നോക്കിക്കോളെ, നേരത്തെ പറഞ്ഞിടത്തെ പറയാതെ വിട്ടുപോയ ഒരു കാര്യമാണ് ഗവർണർ ജനറലിന്റെ കാര്യമേ. തേർഡ് മൈസൂർ വാർ ടൈമില് അവിടെ ഒന്ന് ജോയിൻ ചെയ്യണേ. തേർഡ് മൈസൂർ വാർ ടൈമിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ലോർഡ് കോൺവാലിസ് ആണ്. ലോർഡ് കോൺവാലിസ്. അതുപോലെ തന്നെ ഫോർത്ത് മൈസൂർ വാറിന്റെ ടൈമില് അയ്യോ, തേർഡ് മൈസൂർ വാർ ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ലോർഡ് കോൺവാലിസ്. എന്നാല് ഫോർത്ത് മൈസൂർ വാറിന്റെ ടൈമില് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് റിച്ചാർഡ് വെല്ലസ്ലി. പക്ഷെ യുദ്ധത്തിന് നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ആർതർ വെല്ലസ്ലി ആണ് പോയി യുദ്ധം ചെയ്ത് തോപ്പിക്കുന്നത്. ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി. മാറിപ്പോവല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് പേര് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേര് ഒരുപോലെ ഇരിക്കുന്നോണ്ടേ. ആർതർ വെല്ലസ്ലി ആണ് തോൽപ്പിക്കുന്നത്. റിച്ചാർഡ് വെല്ലസ്ലി എന്താണ് ഗവർണർ ജനറൽ ആയിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പറയാൻ വിട്ടുപോയ സാധനമാണ്. ഇത് ഞാൻ ഈ സൈഡിലോട്ട് വെക്കുകയാണ്. അടുത്തത് നോക്കാം. അടുത്ത പറയുന്ന ആംഗ്ലോ മറാത്ത വാഴ്സ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചായിരുന്നു എങ്ങനെയാ ഡിക്ലൈൻ ആയെന്ന്. ഡിക്ലൈൻ ആവാനുള്ള കാരണം ഒന്ന് പരസ്പരമുള്ള അടിയും, രണ്ടാമത്തത് ബ്രിട്ടീഷുകാർ ഇവിടെ സ്ട്രോങ് ആയിട്ട് വരുന്നത് കൊണ്ടായിരുന്നു. ഓക്കെ, ആംഗ്ലോ മറാത്ത വാർ ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷുകാരും മറാത്താസും തമ്മിലാണ് ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത്, അല്ലെ? ആംഗ്ലോ മറാത്ത വാഴ്സിന്റെ എത്ര ആംഗ്ലോ മറാത്ത വാർ ഉണ്ടെന്ന് ചോദിച്ചാല് 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. എത്ര എണ്ണമാണുള്ളത്? 3 എണ്ണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ആംഗ്ലോ മറാത്ത വാഴ്സ് ആണുള്ളത്. ആദ്യത്തെ ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത് 1775 മുതൽ 82 വരെയാണ്. 1775 മുതൽ 1782 വരെയാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത്. ഈ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആര്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓക്കെ, ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ട്രീറ്റി ഉണ്ട്, ട്രീറ്റി പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റി ആണ്. ട്രീറ്റി ഓഫ് സാൽബായി. 1782 അവസാനിക്കുന്ന വർഷമാണ് നമ്മൾ ഇത്രയും നേരം ട്രീറ്റ് ചെയ്തത്. അങ്ങനെയാണ്. നോക്കിക്കോളെ, രണ്ടാമത്തെ ആംഗ്ലോ മറാത്ത വാർ നടക്കുന്ന 1803 മുതലാണ്. 1803 മുതൽ 1806 വരെയാണ് രണ്ടാമത്തെ ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത്. 1803 മുതൽ 1805 വരെയാണ് രണ്ടാമത്തെ. 1805 1806 എഴുതിക്കോളെ. രണ്ടാമത്തെ ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത്. അതില് ട്രീറ്റി ഉണ്ടല്ലോ. പക്ഷെ വേറൊരു കാര്യം പറയാണ്ടേ, ഈ വാർ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ട്രീറ്റി വരുന്നുണ്ട്. ഈ വാർ നടക്കുന്നതിന്റെ ഇടയ്ക്ക് 1802 ഈ വാർ നടക്കുന്നതിനിടയ്ക്കല്ല, ഈ വാർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ട്രീറ്റി വരുന്നുണ്ട്. ഈ വാർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് ബേസെയിൻ. അതും കൂടെ അറിയണം. ഇതിന്റെ കൂടെയാണ് ഞാൻ അത് പറയുന്നത്. നടക്കുന്നത് 1802 ആ ട്രീറ്റി ഒന്ന് അറിഞ്ഞിരിക്കണേ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. വേറെ ഒന്നുമല്ല, അത് നമ്മൾ വേറെ ഒരിടത്തും പറയില്ല, അതുകൊണ്ടാണ്. എന്നാൽ ഇത് എൻഡ് ആവുമ്പോൾ ട്രീറ്റിയാണ്. ട്രീറ്റി ഓഫ് രാജ്ഘട്ട്. 1805 or 1806. ഓക്കെ,
അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കണം, അത് വേറെ ഒരിടത്തും പറയില്ല, അതുകൊണ്ടാണ് അത് അവിടെ എഴുതിയത്. ട്രീറ്റി ഓഫ് ബസീൻ 1802 രണ്ടാമത്തെ ആംഗ്ലോ മറാത്ത വാറിന്റെ സമയം അറിഞ്ഞിരിക്കണം, 1803 മുതൽ 1805 വരെ. ഓക്കെ, അല്ലെങ്കിൽ 1805 വരെ. ട്രീറ്റി ഓഫ് രാജ്ഘട്ട് 1805 മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത് 1817 മുതൽ 19 വരെയാണ്. ആംഗ്ലോ മറാത്ത വാഴ്സ് ഇമ്പോർട്ടന്റ് അല്ല, വർഷം ചോദിക്കാൻ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഈ ട്രീറ്റീസ് നോക്കിയിരിക്കണം. ഈ ട്രീറ്റി മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതി ആംഗ്ലോ മറാത്ത വാഴ്സിന്റെ. പിന്നുള്ളത് ആംഗ്ലോ സിക്ക് വാർ ആണ്. ആംഗ്ലോ സിക്ക് വാർ ഇതും കൂടെ നമ്മൾ നോക്കുള്ളൂ. ആംഗ്ലോ സിക്ക് വാർ മൂന്നാമത്തെ വാറിന് ട്രീറ്റി ഇല്ല, മറാത്ത ഇല്ല അവിടെ. ഓക്കെ, മറാത്ത കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അതായത് ആ സമയത്ത് പേഷ്വാസ് ആണല്ലോ മറാത്താസ് ഭരിക്കുന്നത്, പേഷ്വ. അപ്പോഴത്തെ പേഷ്വ ഐ തിങ്ക് ബാജിറാവു സെക്കൻഡ് ആണെന്ന് തോന്നുന്നു, ഇമ്പോർട്ടന്റ് അല്ല, ബാജിറാവു സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ എന്താ പറയാ കംപ്ലീറ്റ് ഡിഫീറ്റ് സംഭവിക്കുകയാണ് ആരുമായിട്ട്, ബ്രിട്ടീഷുകാരുമായിട്ട്. പിന്നെ ട്രീറ്റി ഇല്ല, അടിയറവ് പറയാണ്. പിന്നീടുള്ള ആംഗ്ലോ സിക്ക് വാർ ആണ്. ആംഗ്ലോ സിക്ക് വാർ നടക്കുന്നത് അടുപ്പിച്ചടുപ്പിച്ചുള്ള വർഷങ്ങളാണ്. 2 സിക്ക് വാറാണുള്ളത്. ആംഗ്ലോ സിക്ക് വാർ എത്രണ്ണമാണെന്ന് ചോദിച്ചാൽ 2 ഫസ്റ്റും സെക്കൻഡും. ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നടക്കുന്നത് 1845 മുതൽ 46 വരെയാണ്. രണ്ടാമത്തെ നടക്കുന്നത് 1848 മുതൽ 49 വരെയാണ്. അപ്പൊ 2 സിക്ക് വാർ നടക്കുന്നത് 45 മുതൽ 49 വരെയുള്ള ഈ ഒരു ടൈം പീരീഡിലാണ് 2 സിക്ക് വാറും കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, 45 മുതൽ 46 വരെ, 48 മുതൽ 49 വരെ. ഇതാണ് 2 ആംഗ്ലോ സിക്ക് വാർ വരുന്നത്. 2 ആംഗ്ലോ സിക്ക് വാർ. ആദ്യത്തെ ആംഗ്ലോ സിക്ക് വാർ എൻഡ് ആവുന്നത് ഒരു ട്രീറ്റിയിലൂടെയാണ്. ആ ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് ലാഹോർ. ട്രീറ്റി ഓഫ് ലാഹോർ ഏത് വർഷമായിരിക്കും എൻഡ് ആവുന്ന വർഷം? 1846. 1846. രണ്ടാമത്തെ ആംഗ്ലോ ഇതോടുകൂടി അവര് അതും ഇത് സിക്കുകാര് എന്താ പറയാ റൂള് ചെയ്യുന്ന ആ ഒരു പരിപാടി നിന്നുപോയി. ഓക്കെ, ഇതാണ് ആംഗ്ലോ സിക്ക്. രണ്ടാമത്തെ ട്രീറ്റി ഇല്ല. ഇതാണ് ആംഗ്ലോ സിക്ക് വാർ. ഇത്രയും ഈ 4 ആംഗ്ലോ വാഴ്സിൽ വരുന്നത്. അതിൽ ആദ്യം പറഞ്ഞ 2 ഇല്ല കഴിഞ്ഞ സൂമിൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, നോക്കണേ, നേരത്തെ ചോദിച്ചില്ലേ, ഇവരെല്ലാരും ഇവിടെ വന്നു. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരാണ്. അതിന്റെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി IEIC എന്നേ ഞാൻ എഴുതുള്ളേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന വർഷമാണ് 1600 AD. 1600 AD ആദ്യമായിട്ട് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അതിന്റെ പേര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചാരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് പേര്. അത് സ്ഥാപിച്ച വർഷമാണ് 1600 AD. 1600 AD. എല്ലാം AD ആണ്, ഇനി AD എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 1600. ഓക്കെ, അതിനുശേഷം സ്ഥാപിക്കുന്നത് ഡച്ചുകാരാണ്. അതിന്റെ പേരാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഒരു സെക്കൻഡേ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് സ്ഥാപിക്കുന്നത് 1602 1602 AD ഡച്ച് ഈസ്റ്റ് ഇന്ത്യ. ഡച്ച് എന്ന് വെച്ചാൽ ഹോളണ്ട് ആണ്. ഹോളണ്ട്. അത് പറയാൻ കാരണം അടുത്തതായിട്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇതൊന്നും വന്നിട്ട് അതുപോലെ പോകുന്നുണ്ട്, നമുക്കൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616 AD സ്ഥാപിക്കുന്നത്. 1616 AD സ്ഥാപിക്കുന്നത്. ഡാനിഷ് എന്ന് വെച്ചാൽ ഡെൻമാർക്ക് ആണ്. ഡെൻമാർക്ക്. പിന്നീട് പോർച്ചുഗീസ്
ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് സ്ഥാപിക്കുന്നത് 1628-ലാണ്. 1628. അതിനുശേഷം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന വർഷം 1664 AD-ലാണ്. സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് സ്ഥാപിക്കുന്നത് 1731-ലാണ്. ഒന്നും പഠിക്കണ്ട. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇത് രണ്ടും നോക്കിയിരുന്നാൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇംഗ്ലീഷ്. ഇത് SSC ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് സ്ഥാപിച്ച ആയിരുന്നു ചോദിച്ചിട്ടുണ്ട്, വർഷവും ചോദിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പ്രീവിയസ് ഇയർ കണ്ട പോലെ തോന്നുന്നുണ്ട്. ഇതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആദ്യം സ്ഥാപിക്കുന്ന അവരാണ് 1600 AD. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 AD-ലാണ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാനിപ്പോ വാഴ്സ് ആണ് പറഞ്ഞത്. ഒരു 8 മണിയാകുമ്പോൾ ഞാൻ നിർത്തും. ഞാൻ 1-2 വാറും കൂടെ പറയാം. ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട ഈ ആംഗ്ലോ മറാത്ത വാഴ്സ്, ആംഗ്ലോ മൈസൂർ വാറ്, കർണാട്ടിക് വാഴ്സ്, ഇതിനൊക്കെ പുറമെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നടത്തിയ ഒരു വാറാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 1857 100ാമത്തെ വാർഷികത്തില് ആ സന്തോഷത്തില് ഗ്രീസ്ഡ് എൻഫീൽഡ് കാട്രിഡ്ജസ്, തോക്കില് ഉള്ള കാട്രിഡ്ജസ്, ഗ്രീസ്ഡ് എൻഫീൽഡ് കാട്രിഡ്ജസ് 100 years ഇതിന്റെ 100ാം വാർഷികത്തില് 1857 കൊടുക്കുന്നു. അതിനകത്ത് പന്നിയുടെയും പശുവിന്റെയും നെയ്യുണ്ടെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് വാർ നടക്കാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് നടക്കാനുള്ള അതൊരു കാരണമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം അതാണ്. 90 വർഷം കഴിയുമ്പോൾ ഇന്ത്യക്ക് എന്ത് കിട്ടും? ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവും. 90 ഇത് +100 +90 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവും. അപ്പൊ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. ഇന്ത്യയില് ബ്രിട്ടീഷുകാര് സ്ട്രോങ് ആവുന്നത്, അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ ആവുന്നത്, അല്ലെങ്കിൽ ഇവിടെ അവർക്ക് ഭരണത്തിലേക്ക് വരുന്നത് ഈ ബാറ്റിൽ ഓഫ് പ്ലാസി വഴിയാണ്. ഈ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ള എങ്ങനെയാണ്, അന്ന് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കാത്തതാണ് ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ അവർക്ക് മനസ്സിലായ കാര്യം. എന്താ? രാജാവുമായിട്ട് യുദ്ധം ഡയറക്റ്റ് വാറിൽ വരാൻ നേരത്ത് ബാക്കി സപ്പോർട്ട് വരത്തില്ല ഒന്ന്. അതുപോലെ വേറെ ഉള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? നാട്ടുരാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല, വേറെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഒറ്റുകാരും ഒരുപാട് പേരുണ്ടായിരിക്കും, ഒറ്റ കൊടുക്കാനും ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ബാറ്റിൽ ഓഫ് പ്ലാസി വരുന്നത് 1757 ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാല് സിറാജുദ്ദൗള വേഴ്സസ് ബ്രിട്ടീഷ്. സിറാജുദ്ദൗള വേഴ്സസ് ബ്രിട്ടീഷിൽ ആരാ? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഗവർണറാണ് ആ സമയത്ത്. ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ഓഫ് ബംഗാൾ ആരാണ്? റോബർട്ട് ക്ലൈവ്. അപ്പൊ ഇത് നടക്കുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലാണ് ഈ കാര്യം നടക്കുന്നത്, വെസ്റ്റ് ബംഗാളില്. അങ്ങനെ ബ്രിട്ടീഷുകാര് ഇവിടെ ഈ വാറിൽ ജയിക്കും. ഈ വാറിൽ ജയിക്കും. അതേപോലെ ബ്രിട്ടീഷുകാർക്ക് എന്താ പറയാ, അല്ലെങ്കിൽ സിറാജുദ്ദൗളയെ ഒറ്റിക്കൊടുത്ത, അല്ലെങ്കിൽ എന്താ പറയാ, ഒറ്റിക്കൊടുത്ത ഈ സിറാജുദ്ദൗളയുടെ കമാൻഡറാണ് മിർ ജാഫർ. ആരാണ് മിർ ജാഫർ? സിറാജുദ്ദൗളയുടെ കമാൻഡർ ആയിരുന്നു. അയാൾ ഒറ്റിക്കൊടുക്കുകയാണ്. മിർ ജാഫർ സിറാജുദ്ദൗളയെ ഒറ്റിക്കൊടുക്കുകയാണ്, ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുക്കുകയാണ്. ഈ റോബർട്ട് ക്ലൈവിനെ ഒറ്റിക്കൊടുക്കുകയാണ് മിർ ജാഫർ. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കിക്കൊള്ളേ. അപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ അധികാരം കയറിയതിനു ശേഷം, അപ്പൊ ഇത് ആരെ തോൽപ്പിച്ചു? സിറാജുദ്ദൗളയെ തോൽപ്പിച്ചു. ബ്രിട്ടീഷുകാർ ജയിച്ചു, റോബർട്ട് ക്ലൈവ് ജയിച്ചു. എന്നിട്ട് റോബർട്ട് ക്ലൈവ് മിർ ജാഫറിനെ ഇവിടെ നവാബായിട്ട് ഇരുത്തി. മിർ ജാഫറിനെ ഇവിടെ നവാബായിട്ട് ഇരുത്തി. ഓക്കെ,
ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് എവിടെയാണ് നടന്നത്? വെസ്റ്റ് ബംഗാളിലാണ് നടക്കുന്നത്. ഇത് വെസ്റ്റ് ബംഗാളിലാണ് നടക്കുന്നത്. ഇത് ബാറ്റിൽ ഓഫ് പ്ലാസിയാണ്, ബാറ്റിൽ ഓഫ് പ്ലാസി. അങ്ങനെ ഇവിടെ മിർ ജാഫറിനെ ഇരുത്തിയല്ലോ. മിർ ജാഫറിന് ശേഷം മിർ ജാഫറിന് ശേഷം ഇതേ സ്ഥലത്ത്, ഇതേ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന വാറാണ്, അല്ലെങ്കിൽ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്ന വർഷമാണ് 1764. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാറ്റിൽ ഓഫ് ബക്സർ. എവിടെയാണ് നടക്കുന്നത്? വെസ്റ്റ് ബംഗാൾ. ചോദിക്കില്ല എവിടെയാണ് നടക്കുന്നത്, ചോദിക്കത്തൊന്നുമില്ല. വെസ്റ്റ് ബംഗാളാണ്, വെസ്റ്റ് ബംഗാളാണ്. ഈ സമയത്തെ ബംഗാൾ ഗവർണറാണ് ഹെൻറി വാൻസിറ്റാർട്ട്. ഹെൻറി വാൻസിറ്റാർട്ട് ഇമ്പോർട്ടന്റ് അല്ല. വാൻസിറ്റാർട്ട്, ഹെൻറി വാൻസിറ്റാർട്ട് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു തരുന്നോളൂ. ഈ സമയത്ത് ഒരു ടീമാണ്, ഇവിടെ 3 പേരടങ്ങുന്ന ടീമാണ്. ബംഗാളിലെ നവാബായിട്ട് ആരാ? മിർ ജാഫറിനെ ഇരുത്തി അല്ലെ. പിന്നീട് മിർ ജാഫറിന് ശേഷം മിർ കാസിം വരുന്നുണ്ട്. ആര്? മിർ കാസിം. മിർ കാസിം മുഗൾ രാജാവായിരുന്ന ഷാ ആലം സെക്കൻഡ്. ഞാൻ എഴുതി തന്നെ പോവാം. മിർ കാസിം ആരാണ്? നവാബ് ഓഫ് ബംഗാൾ. നവാബ് ഓഫ് ബംഗാൾ. പിന്നെ മുഗളില് ഷാ ആലം സെക്കൻഡ്, മുഗൾ റൂളറാണ്, മുഗൾ കിങ് ആണ് ഷാ ആലം സെക്കൻഡ്. മുകളിൽ നിന്നും മുഗൾ. അതുപോലെ തന്നെ ഈ സിറാജുദ്ദൗളയിലെ സിറാജുദ്ദൗളയ്ക്ക് ശേഷം വരുന്ന ഷുജാഉദ്ദൗള. സിറാജുദ്ദൗളയ്ക്ക് ശേഷം വരുന്ന ഷുജാഉദ്ദൗള. ഈ ഷുജാഉദ്ദൗള ഇമ്പോർട്ടന്റ് അല്ല. ഔദ് സ്ഥലം, ഈ സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔദിലെ റൂളറാണ് ഷുജാഉദ്ദൗള. ഓക്കെ, ഈ ഷുജാഉദ്ദൗള ഇത് സിറാജുദ്ദൗളയ്ക്ക് ശേഷം ഈ എന്താ പറയാ നവാബായിട്ട് ബംഗാൾ ഭരിക്കാനുള്ള ആളായിരുന്നു. മിർ ജാഫറിനെ അവിടെ ആക്കി. മിർ ജാഫറിന് ശേഷം മിർ കാസിം വന്നു. ഈ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ യാചിച്ചു നിൽക്കണം, ടാക്സ് കൊടുക്കണം. ഇപ്പൊ ഇവിടുന്ന് ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ട് അവർക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോ മിർ കാസിമിന് അത് പിടിച്ചില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ തെറ്റി. അതിന്റെ കൂടെ ഷാ ആലം സെക്കൻഡ്, മുഗളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടല്ലോ, ഷുജാഉദ്ദൗള, ഇവർ 3 പേരും കൂടെ ആണ് ഒരു ടീം. അപ്പുറത്ത് ബ്രിട്ടീഷുകാര്. ഓക്കെ, അങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നു. ബാറ്റിൽ ഓഫ് ബക്സർ 1764. ഈ ബാറ്റിൽ ഓഫ് ബക്സർ തീരുന്നത് അലഹബാദ് ട്രീറ്റിലാണ്, അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് അലഹബാദ് വഴിയാണ്. ട്രീറ്റി ഓഫ് അലഹബാദ്. ആര് ജയിക്കും? ബ്രിട്ടീഷുകാർ ജയിക്കും 1765, തൊട്ടടുത്ത വർഷം. ബാറ്റിൽ ഓഫ് ബക്സറിന്റെ വർഷം 64, തൊട്ടടുത്ത വർഷം 65 ട്രീറ്റി ഓഫ് അലഹബാദ്. ഏതുമായി ബന്ധപ്പെട്ടാണ്? ഈ ബക്സറുമായി ബന്ധപ്പെട്ടാണ്. ഇത് പ്രകാരം എല്ലാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. എല്ലാം ബ്രിട്ടീഷ്, ബംഗാള്, ബീഹാർ, ആ ഏരിയയൊക്കെ ഇല്ലേ, ആ ഏരിയ ഫുള്ള് റൂൾ ചെയ്യാൻ ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. ഇതോടെ മറ്റത് ബാറ്റിൽ ഓഫ് പ്ലാസി ഫൗണ്ടേഷൻ ആണെങ്കിൽ, ഇതെന്ന് പറയുന്നത് ഫൗണ്ടേഷന് മുകളിലുള്ള ആ ഒരു കെട്ടാണ്. അവരുടെ റൂൾ ഇവിടെ ഫിക്സ് ആവാണ്. ഈ 2 വാറും പഠിക്കാനുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ബ്രിട്ടീഷുകാരും ഈ ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ് പറയാനുള്ള. ഇനി അടുത്ത് വരുന്നത് ഗവർണർ ജനറൽമാരെന്നുള്ള ഒരു പോർഷൻ ഉണ്ട്, അത് ഞാൻ പിന്നീട് എടുക്കുള്ളൂ. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ്. അതിന് മുമ്പ് നടന്ന 1-2 സംഭവങ്ങൾ, പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അതിനുശേഷമുള്ളത് INCയും, അതിനുശേഷം പിന്നെ ഒരു സ്ട്രെച്ചാണ് 95 മുതൽ 47 വരെ. 1905 മുതൽ 1905 മുതൽ 1947 വരെയുള്ള ഒരു സ്ട്രെച്ചാണ്. അത് ഫുള്ള് ഒറ്റ സ്ട്രെച്ചാണ്. അവിടെ പിന്നെ ഒരുപാട് ഗ്യാപ്പ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.